ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നമുക്ക് എങ്ങനെ ഒരു മാസ് ഇൻസ്റ്റഗ്രാം DP എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വെക്റ്റർ ഇമേജായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് നമ്മൾ ഗൂഗിൾ ജെമിനിയിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇമേജ് കൊടുക്കുകയാണ്, അതിൽ കൊടുത്തു. എന്നിട്ട് ഞാനൊരു മുകളിലൊരു പ്രോംപ്റ്റ് എഴുതിയിരുന്നു. അത് ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ്. Make this photo 4K high quality image in an vector image with removing BG. ഓൾറെഡി BG റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ വിത്ത് റിമൂവ് BG ഒഴിവാക്കിയാൽ മതി. പക്ഷെ ഞാൻ ഇതിൽ തന്നെ നമ്മൾ BG ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടും. ഇനി നമ്മൾ നേരെ പിക്സൽ ലാബ് എടുക്കുകയാണ്. പിക്സൽ ലാബ് എടുത്തു, അതിൽ നമ്മൾ ഇമ്പോർട്ട് പിക്ചർ നോക്കി പിക്ചർ എടുക്കുകയാണ്. ഒന്ന് ക്രോപ്പ് ചെയ്തൊക്കെ ചെയ്തു, കാരണം ഇത്ര സൈസ് മതിയായി, നമുക്ക് ഇത്ര സൈസ് മതി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളയണം. അതിനായിട്ട് നമ്മൾ നേരെ അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയുന്നതിന് മുമ്പ് കുറച്ചുകൂടി റിയാലിറ്റിയിൽ നമുക്ക് ഒന്നുകൂടി എഡിറ്റൊക്കെ ചെയ്യണം. അത് പിക്സൽ ലാബിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഒരു പിൻട്രസ്റ്റ് എന്നൊരു ആപ്പ് ഉണ്ട്, അതിൽ ചെന്നിട്ട് വയലറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് എന്നൊന്ന് അടിച്ചു നോക്കണം. അപ്പോൾ ഞാനൊരു മുമ്പ് അടിച്ചു നോക്കിയിരുന്നു, അതിലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഞാനൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഇനി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1:1 എന്നാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഇമ്പോർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ആകാണ്ട് ഇപ്പോൾ എറേസ് കളർ എന്നുള്ളതുണ്ട്, അതിമേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിരുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനൊന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ വലുതാക്കി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊരു നമ്മുടെ ഈ പിക്ചറിനൊരു സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് വെള്ള കളറാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ കളർ ആഡ് ചെയ്തു, എന്നിട്ട് ടെക്സ്റ്റ് എടുത്തു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് മിസ്റ്റർ ഡിങ്കൻ എന്നാണ്. അപ്പോൾ ഞാൻ ആ പേരൊന്ന് കൊടുക്കുകയാണ്, മിസ്റ്റർ ഡിങ്കൻ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫോണ്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഫോണ്ട് പോയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നൊരു ഫോണ്ട് ഉണ്ടായിരുന്നു, ദിമിത്രിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ദിമിത്രി എന്ന ഫോണ്ടിനെ നമുക്കൊന്ന് വലുതാക്കി എടുക്കാം. ഞാൻ അതിനെ വലുതാക്കി, എന്നിട്ട് നമ്മൾ ലെയറിൽ ചെന്നിട്ട് ആ സാധനത്തിനെ പിടിച്ചിട്ട് നേരെ നമ്മുടെ ഫോട്ടോൻ്റെ അടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഒന്ന് കോപ്പി ചെയ്തു, അതായത് എന്നിട്ട് നമുക്ക് കളർ എടുക്കുക. അതിൽ പ്ലസ് നോക്കിയിട്ട് നേരെ കളറില്ലാത്ത ഓപ്ഷനിലേക്ക് ചെല്ലുക. അപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല. പിന്നെ സ്ട്രോക്ക് ചെന്നിട്ട് വേണം നമ്മൾ നേരെ സ്ട്രോക്ക് എടുക്കുകയാണ്. സ്ട്രോക്കിൽ ഒരു കറുത്ത കളർ കാണാം, ഞാനത് ഒന്ന് യെല്ലോ ആക്കണം. അപ്പോൾ നമുക്ക് ഈ സാധനത്തിനൊന്ന് അടിയിക്കാക്കണം. അപ്പോൾ നമ്മൾ നേരെ അടിയിൽ എന്നൊരു നമ്മളൊരു താഴത്തേക്കാക്കുന്ന ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെന്നിട്ട് അടിയിക്കാക്കി, എന്നിട്ട് നമ്മൾ ആദ്യം ആ ഇമ്പോർട്ട് പിക്ചർ ഹൈഡാക്കിക്കുന്നു, ഒന്നുകൂടി തെളിഞ്ഞ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാം DP റെഡി. എൻ്റെ പിക്ചർ ഞാൻ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്.